ഹായ് ഓൾ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 CPC എക്സാമിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് റിഗാർഡിംഗ് ആയിട്ടാണ്. ദാറ്റ് ഈസ് അൺസർട്ടൺ ഡയഗ്നോസിസ് റൂൾ ഫോർ ഇൻ പേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അൺസർട്ടൺ ഡയഗ്നോസിസ് എന്നുള്ളത് നമ്മൾ അറിയണം. പ്രൊവൈഡർക്ക് അല്ലെങ്കിൽ ഡോക്ടർക്ക് കംപ്ലീറ്റ്ലി ഷുവർ അല്ലാത്തൊരു കേസ് അവർ ചില ടേംസ് യൂസ് ചെയ്തിട്ടാണ് മെൻഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സസ്പെക്റ്റഡ്, പോസിബിൾ. ഇപ്പോൾ ഒരു ന്യൂമോണിയ ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ സസ്പെക്റ്റഡ് ന്യൂമോണിയ കേസ് അല്ലെങ്കിൽ പ്രോബബിൾ ന്യൂമോണിയ, പോസിബിൾ ന്യൂമോണിയ, ഇങ്ങനെ ചില വേർഡ്സ് മെൻഷൻ ചെയ്യും. സോ നമ്മളത് ഇൻ പേഷ്യൻറ്റിലും ഔട്ട് പേഷ്യൻറ്റിലും ഒരേ ഡയഗ്നോസിസിൽ വരുന്ന പേഷ്യൻസിനെ നമ്മളെങ്ങനെ കോഡ് ചെയ്യും എന്നാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഒരു പേഷ്യൻ്റ് ഇൻ പേഷ്യൻ്റ് ആയിട്ട് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ഡിസ്ചാർജ് സമ്മറിയിൽ പ്രോബബിൾ ന്യൂമോണിയ എന്നാണ് ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ കൺഫേംഡ് കേസ്. അപ്പോൾ ന്യൂമോണിയക്ക് നിങ്ങൾക്ക് കോഡ് ചെയ്യാം. അല്ലാതെ ഇപ്പം ഔട്ട് പേഷ്യൻ്റ് ഒരു ഷോർട്ട് വിസിറ്റ് ആയിട്ട് കാഷ്വാലിറ്റിയിലൊക്കെ വന്നിട്ടുള്ള ഔട്ട് പേഷ്യൻ്റ് സെറ്റിങ്ങിലുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കും ഡോക്ടർ ഈ പറഞ്ഞ പോലെ പ്രോബബിൾ ന്യൂമോണിയ എന്നാണ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ യു ക്യാനോട്ട് ടേക്ക് ഇറ്റ് ആസ് എ കൺഫേംഡ് കേസ്. അപ്പം ന്യൂമോണിയ നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. പകരം അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾ കോഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ന്യൂമോണിയ വരുമ്പം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഫീവർ, കോഫ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ കോഡ്സാണ് എടുക്കേണ്ടത്. അപ്പം പേഷ്യൻ്റ് ഇൻ പേഷ്യൻ്റ് ആണോ ഔട്ട് പേഷ്യൻ്റ് ആണോ എന്ന് നോക്കുക. ഇൻ പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഫൈനൽ ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ഈ പറഞ്ഞ പോലെ സസ്പെക്റ്റഡ് എന്നാണോ, വേർഡ്സുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെയിം ഡയഗ്നോസിസ് പ്രോബബിൾ ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻ പേഷ്യൻറ്റിൽ വരുമ്പം കൺഫേംഡ് കേസായിട്ടും ഔട്ട് പേഷ്യൻറ്റിൽ വരുമ്പം സൈൻസ് ആൻഡ് സിംറ്റംസ് മാത്രമാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. പിന്നെ ഇൻ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുമ്പം കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒ പി ഡിയിലൊക്കെ ഷോർട്ട് വിസിറ്റിന് വരുന്നതാണ് ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. സോ ഈ പേഷ്യൻറ്റിൻ്റെ സെറ്റിങ്സ് മാറുന്നതിനനുസരിച്ച് കോഡുകളും മാറുന്നുണ്ട്. CPC എക്സാമിൽ ഒരുപാട് ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്സ് കോമൺ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ മാർക്ക് പോകാതെ നോക്കുക എന്നുള്ളതും നമ്മൾ അലേർട്ട് ആവേണ്ടതാണ്. സോ യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. സോ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇൻ പേഷ്യൻറ്റിൽ വരുമ്പം എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്, ഔട്ട് പേഷ്യൻറ്റിൽ വരുമ്പം എങ്ങനെ കോഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇൻ പേഷ്യൻ്റ് റൂൾ നമ്മൾ പറഞ്ഞത് ഒരു അഡ്മിറ്റഡ് പേഷ്യൻ്റ് ആണ്. അവരുടെ ഡിസ്ചാർജ് സമ്മറിയിൽ സസ്പെക്റ്റഡ് കേസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺഫേംഡ് കേസായിട്ടാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. സസ്പെക്റ്റഡ് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ന്യൂമോണിയയുടെ കോഡാണ് എടുക്കേണ്ടത്. സസ്പെക്റ്റഡ് UTI എന്ന് പറഞ്ഞാൽ അത് UTIയുടെ കോഡാണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിന് അഡ്മിറ്റ് ആയ സമയത്ത് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അയാളുടെ സമ്മറിയിൽ സസ്പെക്റ്റഡ് UTI ഉണ്ട്, അതുപോലെ തന്നെ പോസിബിൾ സെപ്സിസും 2 കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് പ്രിൻസിപ്പൽ ഡയഗ്നോസിസും ഈ പറഞ്ഞ സെക്കൻഡറി ഡയഗ്നോസിസും രണ്ടും കൺഫേംഡ് കേസായിട്ട് എടുക്കണം. ദാറ്റ് മീൻസ് യു ഹാവ് ടു കോഡ് ഫോർ ബോത്ത്. ഇനി നെക്സ്റ്റ് ഒരു കേസ് പറയുന്നത് ആൾ അഡ്മിറ്റ് ആയ സമയത്ത് UTI സസ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷെ ഡിസ്ചാർജിൻ്റെ സമയത്ത് UTI റൂൾഡ് ഔട്ട് ആണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം സിംറ്റംസ് ഒന്നും ഇല്ല. അപ്പം അഡ്മിഷൻ സമയത്തുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ഡിസ്ചാർജ് ടൈമിൽ എന്താണോ ഡിസ്ചാർജ് സമ്മറിയിൽ മെൻഷൻ ചെയ്തത് യു ഹാവ് ടു കോഡ് ദാറ്റ് ഓൺലി. സോ ഈ റൂൾഡ് ഔട്ട്, എക്സ്ക്ലൂഡഡ് എന്നുള്ള ടേംസ് നിങ്ങൾ ശ്രദ്ധിക്കണം. UTI സസ്പെക്റ്റഡ് ഡ്യൂറിങ് അഡ്മിഷൻ ബട്ട് UTI റൂൾഡ് ഔട്ട് ഡ്യൂറിങ് ഡിസ്ചാർജ് എന്നാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു കോഡ് ഫോർ UTI. സ്റ്റിൽ സസ്പെക്റ്റഡ് ആണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോബബിൾ, ലൈക്ലി, ക്വസ്റ്റ്യനബിൾ ഇങ്ങനത്തെ വേർഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കൺഫേംഡ് കേസ്. ഇൻ പേഷ്യൻ്റ് കോഡ്സ് കുറച്ച് നമ്മൾ എക്സാമ്പിൾസ് ഇവിടെ പറയുമ്പം സസ്പെക്റ്റഡ് UTI എന്ന് ഡിസ്ചാർജ് സമ്മറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് കോഡ് ഫോർ UTI. ഇനി കൺസേൺ ഫോർ പൾമണറി എംബോളിസം, അത് പൾമണറി എംബോളിസം കൺഫേംഡ് കേസാണ്, അതാണ് കൺസേൺ പറഞ്ഞത്. പോസിബിൾ അപ്പർ GI ഹെമറേജ് ഉണ്ട് അല്ലെങ്കിൽ GI ബ്ലീഡിംഗ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോ ആൻഡ് ടേക്ക് ദ കോഡ് ഫോർ GI ഹെമറേജ്. ബ്ലീഡും ഹെമറേജും യു ക്യാൻ ടേക്ക് ദ കോഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ. സോ സസ്പെക്റ്റഡും കൺസേൺഡും ഒക്കെ നമ്മൾ കൺഫേംഡ് ആയിട്ടാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഔട്ട് പേഷ്യൻ്റ് റൂളാണ്. ഔട്ട് പേഷ്യൻ്റ് റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻസ് ആൻഡ് സിംറ്റംസ് മാത്രമേ കോഡ് ചെയ്യേണ്ടൂ, നമ്മളത് കൺഫേംഡ് കേസായിട്ട് എടുക്കാറില്ല. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സസ്പെക്റ്റഡ് UTI ഉള്ള ഒരു പേഷ്യൻ്റ് ഔട്ട് പേഷ്യൻറ്റിലാണ്. സോ ഒരു ഷോർട്ട് ക്ലിനിക് വിസിറ്റിന് വന്ന ആൾക്ക് UTI സസ്പെക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കോഡ് ഫോർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ്. അതായത് ഡിസ്യൂറിയ, ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ, ഇതായിരിക്കുമല്ലോ സിംറ്റംസ്. ഗോ ആൻഡ് കോഡ് ഫോർ ദാറ്റ്. ഇനിയിപ്പോൾ ഒരു പോസിബിൾ GI ബ്ലീഡായിട്ട് വന്നിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഹെമറ്റമെസിസ്, അതായത് ബ്ലഡ് വോമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് ടാരി സ്റ്റൂൾ, അതിന് മെലന എന്ന് പറയും. സോ യു ഹാവ് ടു കോഡ് ഫോർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇനി ഒരു കൺസേൺ ഫോർ പൾമണറി എംബോളിസം ഉണ്ടെങ്കിൽ
അത് പൾമണറി എംബോളിസത്തിൻ്റെ കൺഫേംഡ് കേസ് അല്ലല്ലോ. ഔട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് സിംറ്റംസ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തിനാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ആസ് വി മെൻഷൻഡ് ബിഫോർ, ഒരു ഇൻപേഷ്യൻറ്റ് അഡ്മിറ്റഡ് പേഷ്യൻറ്റിന് 2 പ്രോബ്ലംസ് സസ്പെക്റ്റ് ചെയ്തു. ഒരു സെപ്സിസ് സസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പോസിബിളായിട്ട് ന്യൂമോണിയ സസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 2 കൺഫേംഡ് കേസായിട്ട് കോഡ് ചെയ്യണം. ബോത്ത് ഷുഡ് ബി കോഡഡ് ഇഫ് സ്റ്റിൽ സസ്പെക്റ്റഡ് അറ്റ് ഡിസ്ചാർജ്. ഹോപ്പ് ദ ക്ലാസ് ഇസ് ഫൈൻ ഫോർ യു ഗൈസ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. എനി സ്പെസിഫിക് ടോപ്പിക്സിന് റിഗാർഡിങ്ങിൽ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു ക്യാൻ മെൻഷൻ ഇൻ ദ comment box. Thank you for watching. We will see in the next session.